പിലിക്കോട് UP സ്കൂൾ അക്ഷരസൂര്യൻ MTA അനുസ്മരിച്ചു. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. എഴുത്തിന്റെ മൂലധനം വായനയാണെന്ന് ബോധ്യപ്പെടുത്തിയ അക്ഷരസൂര്യൻ MTA അനുസ്മരിച്ച് പിലിക്കോട് UP സ്കൂൾ. ആഴക്കടലല്ല അടുത്തെറിയുന്ന നിളയാണെൻ്റെ സാഹിത്യ സബരക്കാധാരം എന്ന് പറഞ്ഞ എഴുത്തിൻ്റെ പെരുന്തച്ഛൻ MTയുടെ ഓർമ്മകൾ കുട്ടികളിലെത്തിച്ച് കുട്ടികളുടെ പ്രിയ എഴുത്തുകാരൻ പ്രകാശൻ കരിവള്ളൂർ പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ MT അനുസ്മരണ ഭാഷണം നടത്തി. പോലെ രമണൻ ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന് പറയില്ലേ, അതിനേക്കാൾ നല്ല മനോഹരമായ വാക്കാർ പറഞ്ഞറിയാം. ജോസഫ് കൂട്ടശ്ശേരി പറഞ്ഞറിയാം, വേനൽക്കാലത്ത് മധുര നാരങ്ങ വിറ്റുപോകും പോലെയാണ് കേരളത്തിൽ രമണന്റെ കോപ്പികൾ വിറ്റഴിയുന്നത്. അപ്പോൾ വാസുവിൻ്റെ ഉള്ളിൽ ചിന്തയുടെ ഒരു എഴുത്തുകാരൻ ഇത്രയൊക്കെ വലിയ മഹാത്മ്യം എങ്കിൽ എനിക്കും എഴുത്തുകാരനാവണം, ചങ്ങമ്പുഴയെപ്പോലെ എഴുത്തുകാരനാവണം, രമണനെപ്പോലത്തെ പുസ്തകം എഴുതണം. ഒരു പുസ്തകം ചെലുത്തിയ സ്വാധീനം ഒരാളെ എഴുത്തുകാരനാക്കി. മനസ്സിനെ അമ്പരിപ്പിക്കുന്ന ആത്മനൊമ്പരങ്ങളുടെ പകർത്തെഴുത്തുകൊണ്ട് അനുവാചക ഹൃദയത്തെ ആകർഷിച്ച പ്രിയ സാഹിത്യകാരനാണ് MT എന്ന് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലൂടെ പ്രകാശൻ മാഷ് കുട്ടികളെ ബോധ്യപ്പെടുത്തി. ഇഷാനി ഉണ്ണി, വേദ NV, ത്രിദേവ് B, സിദ്ധാർത്ഥ് ചന്ദ്ര TP, അമേയ A, ജീവാസി എന്നീ കുട്ടികളും MTയെ അനുസ്മരിച്ച് സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച MT അനുസ്മരണ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് TV സുധീർ കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രഭായു നന്ദിയും പറഞ്ഞു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു, പിലിക്കോട്. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.